ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രമായ കാലടി ശൃംഗേരി ശങ്കരമഠത്തിലെ ശ്രീ ശാരദാ ശരനവരാത്രി മഹോത്സവത്തിന്റെ രണ്ടാം ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് സാമ്പ്രദായിക ഭജനരംഗത്ത് പ്രശസ്തനായ ഈറോഡ് കെ രാജാമണി ഭാഗവതരും സംഘവും അവതരിപ്പിച്ച ഭജന നടന്നു. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ശങ്കരമഠത്തിന്റെ ചുറ്റുവട്ട പ്രദേശങ്ങളിലെല്ലാം വൈദ്യുതി ദീപാലങ്കാരങ്ങളാൽ മനോഹരമാക്കിയിരുന്നു. പ്രവേശന കവാടത്തിൽ പ്രത്യേകം പന്തലുയർത്തിയാണ് ദീപാലങ്കൃതമാക്കിയിരിക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരടക്കം നിരവധി പേരാണ് നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാനായി നിത്യേന കാലടിയിലേക്കെത്തുന്നത്. കർണാടകത്തിലെ ശൃംഗേരി ശ്രീ ശാരദാ പീഠത്തിലെ ജഗദ്ഗുരു സന്യാസി പരമ്പരയിലെ 36ാമത്തെ ആചാര്യനായ ശ്രീ ഭാരതീ തീർത്ഥ സ്വാമികളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ നിയുക്ത പിൻഗാമി ശ്രീ വിധുശേഖര ഭാരതി സ്വാമികളെക്കുറിച്ചും പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈറോഡ് രാജാമണി ഭാഗവതർ നവരാത്രി മണ്ഡപത്തിൽ പാടിയത്. ഭജനയുടെ ഇടവേളയിൽ അദ്ദേഹം നടത്തിയ ഹ്രസ്വപ്രഭാഷണത്തിൽ ആചാര്യസ്വാമികളുടെ ഗുരുപരമ്പരകളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. മനുഷ്യജന്മം തന്നെ പുണ്യമാണെന്നും ആ പുണ്യം യഥാർത്ഥ തലത്തിൽ അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഒരു ഗുരു കൂടിയേ തീരൂ. എല്ലാ അറിവുകൾക്കും കാരണം ഗുരുവാകുന്നു. വേണ്ടത് വേണ്ടിടത്ത് പറയുവാൻ ഗുരുവിന്റെ അനുഗ്രഹം കൂടിയേ തീരുവെന്നും ഗുരു ഒരു വ്യക്തി മാത്രമല്ല, അതൊരു തത്വമാണെന്നും ഭാഗവതർ പറഞ്ഞു. ആചാര്യസ്വാമികളുടെ അദ്വൈത പാതയിലുള്ളവരെല്ലാം ഗുരുപാരമ്പരയാണ്. അതുകൊണ്ടാണ് നാം വന്ദേ ഗുരു പരമ്പര എന്ന് പറയുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ലോകത്തിലെ എല്ലാമേ നമ്മൾ കേട്ട് വാങ്ങിടலாம், നമുക്ക് ഭഗവാന്റെ പ്രാർത്ഥന பண்ணி வாங்கிடலாம். நல்ல ஒரு குருநாதர் அமையணும்னா அவளா நம்ம ஸ்வீகாரம் பண்ணினோம். அந்த குருநாதர் மனசுல நம்ம இடம் பிடிச்சு அவளுக்கு கைங்கரியம் பண்ணக்கூடிய ஒரு பாக்கியம், அவளை தரிசனம் பண்ணக்கூடிய ஒரு பாக்கியம் கிடைக்கிறதுனா எத்தனையோ கோடி ஜென்ம புண்ணிய சாதன சாதிக்க ஜென்ம சுகிருதம் தான் மட்டும்தான் கிடைக்கும். நமக்குதான் அந்த பாக்கியம் கிடைச்சது. பரம பாக்கியமான குருநாதாளை பார்க்கக்கூடிய, சர்வ சுலபமான குருநாதாளை பார்க்கக்கூடிய, அவளுக்கு கைங்கரியம் பண்ணக்கூடிய, அவளை ஸ்மரணம் பண்ணக்கூடிய பாக்கியத்தை பகவான் இந்த ஜென்மால அனுகிரகம் பண்ணியிருக்காங்கன்னா எத்தனையோ ஜென்மால பண்ணின தபஸ், எத்தனையோ ஜென்மால பண்ணின புண்ணியம். புரந்ததாச சொல்றாரு, 84 லட்சம் ஜென்மம் எடுக்கிறோமா ஒரு ஜீவன், அதில் கடைசி ஜென்மாவோ மனுஷ ஜென்மம். ശ്രീ ശാരദാദേവി സന്നിധിയിലും ശങ്കരാചാര്യ ഭഗവത്പാദ സന്നിധിയിലും തൊഴാനായി അഷ്ടമി, നവമി, ദശമി ദിവസങ്ങളിൽ നിരവധി ഭക്തർ കാലടിയിലേക്കെത്തും. എല്ലാ ദിവസങ്ങളിലും പ്രഗത്ഭരായ നിരവധി കലാകാരന്മാരുടെ സംഗീത സദസ്സുകളും ഉണ്ടായിരിക്കും. റിപ്പോർട്ടർ ജി ഹരികുമാറിനോടൊപ്പം അവിട്ടം മീഡിയ ന്യൂസ്, കാലടി.